ഇന്നായിരുന്നു ISLന്റെ ഡെഡ് ലൈൻ ഡേ. എന്ന് വെച്ചാൽ ISL പങ്കെടുക്കുന്ന ടീമുകൾ കുറച്ച് ടീമുകളുണ്ടായിരുന്നു. പങ്കെടുക്കാൻ കുറച്ച് തടസ്സങ്ങളുള്ള ടീമുകളുണ്ടായിരുന്നു. 6 ക്ലബ്ബുകളുണ്ടായിരുന്നു. അതിലൊരു ക്ലബ്ബായ ഒഡീഷ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ISL കളിക്കാനെന്ന്. ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഒഡീഷ കടന്നു പോകുന്നതെങ്കിലും കളിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ പൊട്ട ലീഗ് എന്നേ പറയാൻ പറ്റൂ. അപ്പം ഒഡീഷ FC have officially confirmed their participation to the AFF upcoming ISL season. പിന്നെ അതുപോലെ തന്നെ മോഹമ്മദൻസും അവർ കളിക്കാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ വെന്യൂ ആയിട്ട് വരുന്ന കിഷോർ ഭാരതി കിരാങ്കനാണ് എന്തായാലും അവർ വെന്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ള ബ്ലാസ്റ്റേഴ്സാണ്. എന്തായാലും 14 ക്ലബ്ബുകളും കളിക്കാമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സ് ഏത് വെന്യൂവിലാണ് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ ചില അപ്ഡേറ്റുകൾ ഒന്നെങ്കിൽ കൊച്ചിയും അതുപോലെ തന്നെ മഞ്ചേരിയും കോഴിക്കോട് EMS സ്റ്റേഡിയവും റഡാറിലുണ്ട്. കൊച്ചിയിൽ കളിക്കുമോ എന്തോന്ന് അറിഞ്ഞൂടാ. കാരണം അവിടുത്തെ വാടക ഇപ്പോഴത്തെ ഒരു എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അഫോർഡബിൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും കൊച്ചിയും കേരള മുന്നേ കളിച്ച കൊച്ചിയും അതുപോലെ തന്നെ കോഴിക്കോടും മഞ്ചേരി സ്റ്റേഡിയവുമാണ്. ഇപ്പം ഇതിൽ ഏതെങ്കിലും 3 സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സ് അടുത്ത ISLനായിട്ട് വെന്യൂ ആയിട്ട് പ്രഖ്യാപിക്കും. എന്തായാലും 14 ടീമുകളും ISL കളിക്കാമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ISL ഫെബ്രുവരി 14 തുടങ്ങും. ഇനി ഫിക്സേഴ്സും കൂടി വരാനായിട്ട് ഉള്ളത്.